നമുക്കൊന്ന് മദ്രാസ് മെയിലിൽ കയറി മദ്രാസ് പോയാലോ? വാ. നമ്മുടെ മദ്രാസ് മെയിലിൽ കയറാൻ വേണ്ടി ഞാനിങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി വണ്ടി ഇവിടെ വന്നിട്ട് ഇപ്പം വിടുന്നതേ ഉള്ളൂ. നമ്മുടെ വണ്ടി ലേറ്റാണ്. വണ്ടി വരേണ്ട സമയമൊക്കെ കഴിഞ്ഞ്. മെയിൽ തൃപ്പൂണിത്തുറ വിട്ടിട്ടുണ്ട്. തൃപ്പൂണിത്തുറ സ്റ്റോപ്പുണ്ട് മെയിലിൽ. അപ്പം തൃപ്പൂണിത്തുറ വെട്ടിപ്പോൾ എറണാകുളം എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ജനശതാബ്ദി ഇപ്പോൾ വിട്ട്. അപ്പോൾ ഇതിൻ്റെ പുറയിൽ ഇനി മെയിൽ വരും. നമ്മുടെ മെയിലിലെ ലോക്കോ ഈ റോഡിൻ്റെ ഒരു WP7 ആണ്, 37317. അതാണ് ഇന്ന് മെയിലിലെ ലോക്കോ. നമ്മളിതിന് പോകുന്നത് സെക്കൻഡ് AC ക്കാണ് കേട്ടോ. A1 ആണ് എൻ്റെ കോച്ച്. നല്ല ക്ലീൻ അടിപൊളി കോച്ചാണ്. അപ്പോൾ എൻ്റെ ബെർത്ത് സൈഡ് അപ്പറാണ് കേട്ടോ. എനിക്ക് സൈഡിൽ ഓറ് കിട്ടിയില്ല. സൈഡ് അപ്പറിലാണ് എൻ്റെ സീറ്റ്. ഇവിടെ ബെർത്തിൽ തന്നെ അവർ മറ്റേ ബ്ലാങ്കറ്റും സംഭവങ്ങളും ബെഡ്ഷീറ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി നേരെ വിരിച്ചാൽ മാത്രം മതി. അങ്ങനെ മദ്രാസ് മെയിലിൽ കയറി നമ്മൾ രാത്രി 7:35 ആയപ്പോൾ എറണാകുളം ടൗണിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ചെന്നൈക്ക് പോകുന്ന വണ്ടിയിൽ ഏറ്റവും ടിക്കറ്റ് ഇടാൻ ബുദ്ധിമുട്ടുള്ളൊരു വണ്ടിയാണ് ഈ ചെന്നൈ മെയിൽ എന്ന് പറയുന്നത്. പണ്ട് മുതലുള്ള നമ്മുടെ ഒരു ലെജൻഡറി വണ്ടിയാണ് ഈ ചെന്നൈ മെയിൽ. അതായത് നമ്മുടെ നമ്പർ 20 മദ്രാസ് മെയിലൊക്കെ പറയത്തില്ലേ, മദ്രാസ് മെയിൽ. എൻ്റെ കോച്ച് A1 ആണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഫസ്റ്റ് AC. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് AC ട്രാവൽ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ വരെ. എപ്പോഴാണെന്നറിയാം, കുറച്ചാൾ മുമ്പ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ സുഹൃത്തുണ്ടല്ലോ ഗോഡ്വിൻ, അവനുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ വരെ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കൂപ്പയിൽ യാത്ര ചെയ്തിട്ടുണ്ടറിയോ. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊരു അടിപൊളി യാത്രയാണ്. ഫസ്റ്റ് AC എന്ന് പറയുമ്പോൾ മദ്രാസ് മെയിലിൻ്റെ ഫസ്റ്റ് AC ഒരു വികാരമാണ്. ഈ വണ്ടി സേലം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. ഇത് കോയമ്പത്തൂരാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈക്ക് പോകും ചേരൻ എക്സ്പ്രസ് ആയിട്ട്. എന്നിട്ട് അവിടെ നിന്നാണ് മെയിലായിട്ട് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെയും മെയിലായിട്ട് ചെന്നൈ പോയിട്ട് അവിടെ നിന്ന് ചേരൻ എക്സ്പ്രസ് ആയിട്ട് കോയമ്പത്തൂർ പോകും. ഈ രണ്ട് വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മദ്രാസ് മെയിൽ കണ്ട് ഇവിടെ അങ്കമാലി സ്റ്റേഷനിലൊന്ന് കയറുവാണ്. ഇതിന് അങ്കമാലിയിൽ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലാണ് കൂടുതൽ സ്റ്റോപ്പുകളുള്ളത്. പിന്നെ കേരളം വിട്ടാൽ പിന്നെ ഈ വണ്ടി വെഡിങ് പുകയാണ് കേട്ടോ. അങ്കമാലിയിൽ ഇവിടെ എന്തോ ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. വളരെ പയ്യാണ് ട്രെയിൻ വന്ന് കയറിയത്. ഇത് ഞാൻ പറഞ്ഞില്ലേ വെഡിങ് പൊക്കെയാണ്. ഇവിടെ നിന്ന് വിട്ടാൽ തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡ്, സേലം, കാട്ട്പാടി, ആവടി, പെരമ്പൂർ, ഇത്രേ ഉള്ളൂ സ്റ്റോപ്പ് വരെ. അടിച്ച് മിടിച്ച് പോകും. കേരളത്തിലാണ് ഈ മെയിൽ വളരെ പയ്യെ പോകുന്നത്. കേരളം വിട്ടാൽ പിന്നെ കിടിലവാ. തിരിച്ച് വരാൻ നേരത്ത് ഈ ചെന്നൈയിൽ നിന്ന് വരാൻ നേരത്ത് ചെന്നൈ വിടുമ്പോൾ ഒരു പറപ്പിക്കലുണ്ട് ഈ സാധനത്തിൻ്റെ. ദൈവമേ കിടിലവാ. അത് ഈ 130-ലായിരിക്കും പോകുന്നത്. സ്ലീപ്പറിൽ കയറിയിരിക്കണം ഈ ചെന്നൈയിൽ നിന്ന് കയറുമ്പോൾ. നല്ല രസം. അടിച്ച് മിനിച്ച് രക്ഷയില്ല. അങ്കമാലി സ്റ്റേഷൻ്റെ നടുക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോം മുറിച്ചൊരു ലെവൽ ക്രോസ് ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി വണ്ടി വന്ന് നിർത്തിയതിലൂടെ.
എനിക്ക് നമ്മുടെ മദ്രാസ് മെയിലിൽ എറണാകുളത്ത് നിന്ന് ചെന്നൈ വരെ പോകാനായത് 1550 രൂപയാണ്. ഈ വണ്ടിക്ക് നേരത്തെ കുറച്ചാൾ മുമ്പ് ഇതിന് ഒരു സെക്കൻഡ് AC ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഇപ്പോൾ ഇതിന് 2 സെക്കൻഡ് AC വന്നത്. നമ്മുടെ മൈസൂർ എക്സ്പ്രസ്സിന് അതുപോലെയായിരുന്നു, എല്ലാത്തിനും ഒരെണ്ണമായിരുന്നു. ഇപ്പോൾ 2 വന്നിട്ടുണ്ട്. ഇതിന് ഇത്രയും ഡിമാൻഡ് വരാൻ കാര്യം ഇതിന് ടൈമിംഗ് ആണ്. നല്ല പക്ക ടൈമിംഗ് അല്ലേ. രാവിലെ 7:30 7:45 ആകുമ്പോൾ ഇത് ഇവിടെ ചെന്നൈയിൽ ഒന്ന് കയറും. ഇതിന് ടിക്കറ്റ് കിട്ടാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇതിന് ജന്മത്തെ കിട്ടത്തില്ല. ഇതിൽ നമ്മുടെ കേരളത്തിന് ചെന്നൈ പോകുന്ന വണ്ടികളിൽ അത്യാവശ്യം ടിക്കറ്റ് കിട്ടാൻ വലിയ പിടിയില്ലാത്തത് മറ്റേ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്, പിന്നെ ഒരു വീക്ക്ലി, പിന്നെ മംഗലാപുരം ചെന്നൈ ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ ഒന്നും വലിയ അത്ര പിടിയൊന്നുമില്ല. പക്ഷേ ഈ മെയിലിന് ഭയങ്കര പിടിയാണ്. മംഗലാപുരം മെയിലിലും ഇതുപോലെ ഭയങ്കര പിടി. കാരണം നല്ല ടൈമിംഗ് അല്ലേ, ബെസ്റ്റ് ടൈമിംഗ് അല്ലേ. എട്ട് 53 ആയപ്പോഴേക്കും നമ്മുടെ മദ്രാസ് മെയിൽ അങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തിരക്കുണ്ടോ ഈ മദ്രാസ് മെയിലിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാർ? നോക്കി എന്തോ തിരക്കൊന്നുണ്ടോ, ഒറ്റ ദൈവമേ. ഞാൻ യാത്ര ചെയ്യുന്നത് ഒരു ഞായറാഴ്ച ദിവസമായിട്ടാണ് ഇത്രയും തിരക്ക് കേട്ടോ. കാരണം തിങ്കളാഴ്ച ദിവസം ചെന്നൈ പോകേണ്ട ആൾക്കാരൊക്കെ ഇതിലെല്ലാം കയറും. നല്ല ടൈമിംഗ് അല്ലേ. ഞാനുള്ള കോച്ചും ഈ കോച്ചും, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന A2-ലാണ്. ഇത് 2 നല്ല പഴക്കമുള്ള കോച്ചാട്ടോ. ഇത് 2013 ഉണ്ടാക്കിയത്, എൻ്റെ 2012 ഉണ്ടാക്കിയത്. കുറച്ച് പഴയതാണ്. ഈ പാനലൊക്കെ കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് തുരുമ്പിച്ചിരിക്കുന്ന നോക്കിയിട്ട് ദൈവമേ. അത് എല്ലാം തുറന്നൊക്കെ ഇരിക്കുക കണ്ടോ. ഭാരതപ്പുഴ മുതൽ നമ്മുടെ മെയിൽ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ പുറകിലിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പോവാണ്. അതിനി അങ്ങ് സേലം വരെ അങ്ങനെ ആയിരിക്കും പോകുന്നത്. കാരണം ഇതിന് ടൈമിങ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ വണ്ടി ആദ്യം പോകുന്ന രീതിയിലാണ്. അപ്പോൾ അതിങ്ങനെ പയ്യെ ഇങ്ങനെ അവിടെ ഇടയ്ക്ക് ചവിട്ടി പോകത്തുള്ളൂ. പാലക്കാട് എത്തുന്നത് 4 മിനിറ്റ് ലേറ്റോട് കൂടിയാണ്. ഈ ഓരോ സ്ഥലം വരെ, അതായത് പാലക്കാട് ജംഗ്ഷൻ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ നമ്പർ 20 മദ്രാസ് മെയിൽ കാണിക്കുന്ന ഓർമ്മ വരുന്നത് അല്ലേ. എപ്പോഴും ഈ വണ്ടിയിൽ പോകുമ്പോൾ ആ ഒരു സിനിമ ഓർമ്മ വരും. അത്രയ്ക്ക് അടിപൊളി സിനിമയാണ്. ഇവിടെ പാലക്കാട് എത്തിയപ്പോൾ ഇപ്പുറത്തെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ. ഇത് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് SMBT ബാങ്കിൻ്റെ സ്പെഷ്യൽ ട്രെയിനാണ്. നമ്മളതിനെ ഇവിടെ നൈസായിട്ട് പാലക്കാട് വെച്ച് ഓവർടേക്ക് അടിക്കുക കേട്ടോ. അതിവിടെ ലൂട്ട് ട്രാക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ ഓവർടേക്ക് അടിക്കുകയാണ്. അപ്പോൾ നമ്മളിനി പോയിട്ട് ആ വണ്ടി പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ആ വണ്ടി അവിടെ ലൂട്ട് ട്രാക്കിൽ ഇട്ടേക്കുന്നത്. മറ്റേ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സും ആ വണ്ടിയിലെ കയറി ഓവർടേക്ക് അടിച്ചിട്ടുണ്ട്. എൻ്റെ കോച്ച് TVC, അതായത് തിരുവനന്തപുരം ഡിവിഷൻ്റെ കോച്ചാണ് കേട്ടോ. അതാണ് ഡിവിഷൻ TVC എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് ഇവിടെ പാലക്കാട്ടേക്ക് വന്ന് കയറുവാണ് കേട്ടോ. ഈ വണ്ടിയുടെ കൂടെ വരുന്ന ലോക്കോ അല്ല, നല്ല വെളുവെളുത്ത ലോക്കോ ആയിരിക്കും കേട്ടോ. എല്ലാം ടാറ്റാനഗർ ഷെഡിൻ്റെ ലോക്കോ ആണ്. എൻ്റെ ജനറലൊക്കെ നല്ല ഇടിയാണ് കേട്ടോ. 10:35 നമ്മളങ്ങനെ പാലക്കാട് നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ് ഇന്ന് എല്ലായിടത്തും. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ കോയമ്പത്തൂർ ഭാഗത്തേക്കാണ് കൂടുതലും തിരക്ക്. ഈ സ്പെഷ്യൽ ഇവിടെ കുറേ നേരമായിട്ട് വന്ന് കിടക്കുമെന്നു കേട്ടോ. ഇതിന് ഏതോ ഒരു WP7 ലോക്കോ ആണ് കേട്ടോ. ലാലാക്കുട്ടിയുടെ ലോക്കോ ആണ്. സമയം രാത്രി ഇപ്പോൾ 10:45. ഇപ്പോൾ ഞാൻ പോയി കിടക്കട്ടെ. രാവിലെ 7:45 ആകുമ്പോൾ നമ്മൾ ചെന്നൈ എത്തും. അപ്പോൾ ഇനി രാവിലെ കാണാം. പക്ക ഓൺ ടൈം നമ്മൾ കണ്ട് രാവിലെ കാട്ട്പാടി ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:20. ഇതിൻ്റെ ജനറലൊക്കെ കയറാൻ വേണ്ടി ആൾക്കാർ വേണ്ടി ഈ സൈഡിലിരിക്കുക കേട്ടോ. കാരണം രാവിലെ ഈ 7:45 ചെന്നൈ എത്തുന്നതുകൊണ്ടേ ജനറലൊക്കെ മിക്കവാറും നല്ല ഇടിയായിരിക്കും.
സൈഡപ്പറായിരുന്നല്ലോ, ഭയങ്കര തണുപ്പായിരുന്നു. മര്യാദയ്ക്ക് ഉറക്കം പറ്റിയില്ല കേട്ടോ. ഭയങ്കര തണുപ്പടിക്കുമായിരുന്നു കേട്ടോ. ഞാൻ 5 മണി ആയപ്പോൾ എണീറ്റ് തണുപ്പടിച്ചിട്ട്. ട്രെയിനകത്ത് തണുപ്പ്, പുറത്തും തണുപ്പ്. പുറത്ത് അതിലും വലിയ തണുപ്പാണ്. പുറത്ത് 14 ഡിഗ്രിയാണ്. ഇതിനി അടുത്ത സ്റ്റോപ്പ് ആവടിയിലേ ഉള്ളൂ. ആവടി കഴിഞ്ഞാൽ പിന്നെ പെരുമ്പൂര്. ആകെ ഇനി 2 സ്റ്റോപ്പേ ഉള്ളൂ. ഈ സാധനം രാത്രിയിലൊക്കെ നല്ല വിട്ടറിയോ, എന്തോ സ്പീഡെന്ന് അറിയോ. ആ ജോളർപേട്ടൊക്കെ 130 കയറുന്നതുകൊണ്ട് നല്ല സ്പീഡാണ്. ശരിക്കും കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 130യുടെ ടെസ്റ്റൊക്കെ നടന്നതാണ്. അപ്പോൾ അതൊക്കെ റെഡി ആയാലും മിക്കവാറും 130ൽ പോവും എല്ലാ വണ്ടിയും. പക്ഷെ അത് തുടങ്ങിയിട്ടില്ല. മിക്കവാറും ഈ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിന് മുമ്പ് അവർ മിക്കവാറും അത് 130 ആക്കും. നമ്മളിപ്പോൾ ആരക്കോണം സ്കിപ്പ് ചെയ്യാൻ പോവാണേ, കാണിച്ചു തരാവേ. മറ്റേ ചെന്നൈ സൂപ്പർ ഫാസ്റ്റിനൊക്കെ അവിടെ ആരക്കോണം സ്റ്റോപ്പുണ്ട്, പക്ഷേ ഇതിന് സ്റ്റോപ്പില്ല. ഇത് സ്കിപ്പാണ്. ഇതിൻ്റെ അവിടെ സ്റ്റോപ്പുള്ളൂ. ഇപ്പോൾ പോയത് മൈസൂർ പോകുന്ന ശതാബ്ദിയാണ്. അടിച്ച് മിന്നിച്ചാണ് പോയത്. നമ്മുടെ മെയിൽ അടിച്ച് മിന്നിച്ചാണ് ഇത്രയും നേരം വന്നത്. ഇവിടെ എന്തോ വർക്ക് കിടക്കുന്നതുകൊണ്ട് പയ്യെ പോവാണ്. നമ്മൾ ആവടിയൊക്കെ എത്താറായിട്ടുണ്ട്. ഒരു 5 മിനിറ്റിലെത്തും. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് അല്ലേ, അപ്പം ശതാബ്ദി പോയി കുറച്ച് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോഴേക്കും പുറകിൽ കോവൈ സൂപ്പർ ഫാസ്റ്റാണ് ഈ പോകുന്നത്, കോയമ്പത്തൂർ പോകുന്നത്. അപ്പോൾ അത് വളരെ സ്പീഡ് കുറച്ചാണ് പോകുന്നത്. കാരണം ശതാബ്ദി പോയിട്ടൊരു 1 മിനിറ്റ് പോലും ആയില്ല. ഇതിൻ്റെ തൊട്ട് പുറകിലാണ് ഈ സാധനം വരുന്നത്. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആയതുകൊണ്ട് ഇതിങ്ങനെ വാലേ വന്നുകൊണ്ടിരിക്കും ട്രെയിനുകളെല്ലാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മെയിൽ ചെന്നൈ എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പാണ് കേട്ടോ ആവടി ഇനി പെരമ്പൂരുണ്ട്, അത് കഴിഞ്ഞിട്ട് ചെന്നൈ. ഇവിടെ ആവടി സ്റ്റേഷനിൽ ചെന്നൈ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ സ്കിപ്പ് ചെയ്യുന്ന സ്പീഡ് കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് 120 km/h വരെ. ഒരിക്കൽ അതാണ് 120 എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാ.
പിന്നെ മെയിലിൻ്റെ അവസാനത്തെ ഹോൾട്ട് ചെന്നൈ എത്തുന്നതിന് മുമ്പ് പെരമ്പൂർ എത്തിയിട്ട് നമ്മള്. ഇത് മുംബൈയിൽ നിന്ന് ചെന്നൈക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയുണ്ട്, അതിൻ്റെ MT റേക്ക് അവർ കൊണ്ടുപോകാം എങ്ങാണ്ട്. മെയിലിൽ എപ്പോഴൊക്കെയാണ് പെരമ്പൂരൊക്കെ ആകുമ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോവും. ലാസ്റ്റ് ചെന്നൈ സെൻട്രൽ ഇറങ്ങാൻ വേണ്ടി വളരെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ ഇതിൽ കയറിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പെരുമ്പൂരാകുമ്പോൾ എല്ലാവരും ഇറങ്ങും. ഇപ്പം സമയം 7:20 ആവുന്നു. 7:45 ഇതിൻ്റെ ചെന്നൈയിൽ സമയം. അപ്പോൾ അവിടെ പ്ലാറ്റ്ഫോം ഫ്രീ അല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇവിടെ പിടിച്ചിട്ടേക്കാണ്. ഇനി 7:45 കയറ്റിയാൽ മതിയല്ലോ, നമ്മൾ നേരത്തെ അല്ലേ. നമ്മളിവിടെ ബേസിംബ്രത്തി ജംഗ്ഷനിലും കൊണ്ട് ചവിട്ടും കേട്ടോ. റെക്സിക്കിന് കിടക്കുകയാണ്. എനിക്കത് പ്ലാറ്റ്ഫോം ഫ്രീ അല്ലെന്ന് തോന്നുന്നു, അതാണ് ഈ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിടുന്നത്. നമ്മളിവിടെ വന്നൊരു ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു കഴിഞ്ഞാണോ വന്നപ്പോൾ ബേസിം ബ്രിഡ്ജിൽ. അവിടെ ഫ്രണ്ടിൽ ഏതോ ഒരു വണ്ടി കിടപ്പുണ്ട് കേട്ടോ, അത് കൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് കയറിയിട്ട് ഇത് കയറത്തുള്ളൂ. രാവിലെ എല്ലാം തിരക്കാ കേട്ടോ. ചെന്നൈയുടെ ബാംഗ്ലൂർ പോകുന്ന ഡബിൾ ഡക്കർ എക്സ്പ്രസ് ആണ് പോകുന്നത്. ഡബിൾ ഡക്കർ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡബിൾ ഡക്കറും ഇല്ലല്ലോ, ഇത് ഫുള്ള് ചെയർക്കാരാണ്. അതൊക്കെ എന്തോ ഇടപാടൊക്കെ അതൊക്കെ. ആകെ പേരിന് മാത്രം പുറകിലൊരു 3-4 ഡബിൾ ഡക്കറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. അത് ആ കോച്ചിന്റെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ്. എനിക്ക് പുറത്തോടൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. നമ്മള് ലേറ്റ് ആയിട്ടായിരിക്കും ഇത് ചെന്നൈ സെൻട്രലിൽ കയറുന്നത് കേട്ടോ. 7:45 അവിടെ നിന്ന് ബേസിം ബ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വണ്ടി. ഇവിടെ നമുക്കിങ്ങനെ കുറേ ലോക്കോസ് ഇങ്ങനെ നിരയായിട്ട് കിടക്കുന്നത് കാണാം. ഇത് കണ്ട് ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ലിവറിയിലുള്ളൊരു WP4 കിടക്കുന്നുണ്ട് കേട്ടാ. നീല P4 ഉണ്ടാ, നിങ്ങൾ നീല P4 കണ്ടിട്ടാ കേട്ടാ. 22390 എന്നുണ്ട്. ഈറോഡിൻ്റെ ലോക്കോ ആണത്. പിന്നെ ഇവിടെ കുറേ നമ്മുടെ WP7-ഉം റോയപുരത്തിന് ഈറോഡിൻ്റെ എല്ലാം ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ ഇട്ടേക്ക് കൊണ്ടോ. ഇതെല്ലാം ഇവിടെ നിന്ന് വിടുന്ന വണ്ടികൾക്ക് ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പുറത്തേതോ വണ്ടി വരുന്നുണ്ടോ, നോക്കാം ഏതാണ് വരുന്നതെന്ന്. രാവിലെ എല്ലാം ചെന്നൈ ബാംഗ്ലൂർ സ്ട്രെച്ചിലേക്ക് പോകുന്ന വണ്ടികളാണ് എല്ലാം. നമ്മൾ ഈ കണ്ട എല്ലാം അത് തന്നെയാണ് കേട്ടോ. ഇത് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന ബൃന്ദാവൻ സൂപ്പർ ഫാസ്റ്റ് ആണ് ഈ പോകുന്നത്.
നമ്മളെ വീണ്ടും ഒതുക്കുക കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നല്ല തിരക്കാണ് തോന്നുന്നു രാവിലെ തന്നെ സെൻട്രൽ സ്റ്റേഷനിലെ. അപ്പോൾ അതാണ് ഈ അവിടെ ഇടയ്ക്ക് പിടിച്ചിടുന്നത്. ഈ വണ്ടി ഇന്നലെ രാത്രി വന്ന കോവൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ, കോയമ്പത്തൂർന്ന് വന്ന വണ്ടി ഇവിടെ ചെന്നൈ എത്തിയിട്ട് അടുത്ത ദിവസം രാവിലെ ഇത് ബൃന്ദാവനായിട്ട് ബാംഗ്ലൂർ പോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഷെയറിങ് വരുന്നത്. നമ്മളിപ്പോൾ കിടക്കുന്നത് ചെന്നൈ സെൻട്രലിൻ്റെ ഹോം സിഗ്നൽ ലോഡാണ്. അപ്പോൾ സിഗ്നൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. രാവിലെ വന്ന നമ്മുടെ മംഗലാപുരം മെയിലുണ്ടല്ലോ, മംഗലാപുരം ചെന്നൈ മെയിൽ, ആ മെയിലിൻ്റെ റേക്ക് കണ്ടവരെ യാടി കൊണ്ടുപോവാണ്. അപ്പോൾ ഇതാണ് ഇനി ഉച്ചയ്ക്ക് ഇവിടുന്ന് വെസ്റ്റ് കോസ്റ്റ് ആയിട്ട് മംഗലാപുരത്തേക്ക് പോകുന്നത്. ഈ വണ്ടി ഫെബ്രുവരി 1st വീക്ക് മുതൽ LHB ആവും. നമ്മളങ്ങനെ ചെന്നൈ എത്തുന്നത് 7:57 ആയപ്പോഴാണ്. അതായത് 12 മിനിറ്റ് ലേറ്റായിട്ടാണ് നമ്മുടെ മദ്രാസ് മെയിൽ അങ്ങനെ മദ്രാസിലെത്തുന്നത് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 9ലാണ്. നിങ്ങൾ ആ മറ്റേ ഹോം സിഗ്നലിൽ അവിടെ 9 വീണ കണ്ടില്ലായിരുന്നോ? അപ്പോൾ 9 വീണ ഇടത്തും ശരിക്കും അത് റോഡ് നമ്പർ എന്നാണ്, പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം ആയിരിക്കും, ഒക്കെ അറിയത്തില്ല. ശരിക്കും റോഡ് നമ്പർ എന്നാണ് പറയുന്നത്. ആ ഒരു നമ്പർ വീഴുന്നതിന് എത്രാമത്തെ റോഡിൽ കയറണം എന്നാണ് പറയുന്നത്. കയറണമെന്നല്ല, അത് കയറും എന്ന് അറിയിക്കാൻ വേണ്ടി ലോക്കോ പൈലറ്റിനൊരു ഇൻഡിക്കേഷനാണ്. എനിക്ക് ഈ മദ്രാസ് മെയിൽ ചെന്നൈ കിടക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നൊരു സീൻ, നമ്മുടെ നമ്പർ 20 മദ്രാസ് മെയിൽ ചെന്നൈ മെയിൽ ഇങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി ഇടുന്നൊരു സീനുണ്ട്. അതൊരു കിടില സീനാണ് കേട്ടോ. നമ്മളെ മദ്രാസ് വരെ എത്തിച്ച മദ്രാസ് മെയിൽ ലോക്കോ ആണ് ഈ കാണുന്നത്. 37317 ഈ റോഡിൻ്റെ ഒരു WP7 ലോക്കോ ആയിരുന്നു നമ്മളിവിടം വരെ എത്തിച്ചു കേട്ടോ. ഇനി നമ്മുടെ മദ്രാസ് മില്ലിൽ റേക്ക് എടുത്തിട്ട് ഇവർ മിക്കവാറും ആടി കൊണ്ടുവന്നിട്ട് രാത്രി ഈ വണ്ടിയാണ് ചേരൻ എക്സ്പ്രസ് ആയിട്ട് കോയമ്പത്തൂർ പോകുന്നത്. നമ്മളങ്ങനെ മദ്രാസ് മെയിലിൽ കയറി മദ്രാസിൽ വന്നിട്ട് ഇനി നിങ്ങൾ അടുത്ത കാണാൻ പോകുന്നത് മദ്രാസിൽ നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് പോവാണ്. നമ്മുടെ ലെജൻഡറി കൊല്ലം മെയിൽ. അതൊരു കിടിലൻ വണ്ടിയാണ്, നല്ലപോലെ ഓടുന്നൊരു വണ്ടിയാണ്. അതുമല്ല ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ളൊരു വണ്ടി കൂടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും കൊല്ലം മെയിൽ. നമ്മുടെ താമ്പരം കൊല്ലം എക്സ്പ്രസ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അത് ഓടുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഇനി താമ്പരം പോകണം. അത് വൈകിട്ട് 5:15 ഇടുന്ന വണ്ടിയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു മദ്രാസ് മെയിലിൽ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. കൊല്ലം മെയിലിലെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.